തലസ്ഥാനത്ത് നടന്ന എടിഎം കവർച്ചാ കേസിൽ മുംബൈയിൽ പിടിയിലായ റൊമേനിയൻ സ്വദേശി ഗബ്രിയേൽ മരിയനെ ഇന്നോ നാളെയോ തിരുവനന്തപുരത്ത് എത്തിക്കും. കവർച്ചയിൽ പങ്കാളികളായ മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അതേസമയം ആൽത്തറ എടിഎമ്മിൽ നിന്ന് പണം നഷ്ടമായവർക്ക് തിരികെ നൽകുമെന്ന് SBI അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വിവരങ്ങൾ. സ്വാമി, തിരുവനന്തപുരം ആൽത്തറയിലെ SBI ATMിൽ നിന്നും പണം കവർന്ന കേസിൽ ഇന്നലെ ഒരാൾ പിടിയിലായിരുന്നു. മുഖ്യപ്രതി റുമേനിയൻ സ്വദേശി ഗബ്രിയേൽ മരിയനാണ് ഇന്നലെ പിടിയിലായത്. ഇയാളെ കേരള പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മുംബൈയിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്, ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് 2 പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയുമാണ്. റുമേനിയൻ സ്വദേശികൾ തന്നെയായ ക്രിസ്ത്യൻ വിക്ടർ കോൺസ്റ്റാന്റിൻ, അതോടൊപ്പം തന്നെ ബോബ്ബിൻ ഫ്ലോറിയൻ എന്നീ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. ഈ ഗബ്രിയേൽ മരിയനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ വൈകുന്നേരം 6:22 മുംബൈയിലെ വർളിയിലെ SBI ATMിൽ നിന്നും പണം 100 രൂപ പിൻവലിച്ചിരുന്നു ഗബ്രിയേൽ മരിയൻ. ഇതേ തുടർന്നാണ് പോലീസ് ഇവിടുന്ന് മെസ്സേജ് മുംബൈ പോലീസിന് കൈമാറുകയും തുടർന്ന് മുംബൈയിലെ കൊളാബയിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന ഗബ്രിയേലിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. കേരളത്തിൽ നിന്നും പേട്ട CI സുരേഷ് V നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ മുംബൈയിൽ ഉള്ളത്. ഇന്നോ നാളെയോ ഗബ്രിയേലിനെ തിരുവനന്തപുരത്ത് എത്തിക്കും. അതേസമയം പണം നഷ്ടമായ ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകുമെന്ന് SBI അറിയിച്ചിട്ടുമുണ്ട്. KG ദിനകറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.